ഈ ബട്ടൺ അമർത്തണമായിരിക്കും. ആലേലോ പീലേലോ ആലേ പീലേലോ. എന്റെ പൊന്നു ഭായ്, താൻ എന്തായി കാണിക്കുന്നത്? സ്പീഡ് കൂട്ടാ. ആലേലേ പീലേലോ ആലേ പീലേലോ. അത്രേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായല്ലോ. എപ്പോ നോക്കിയാലും ഇവന് ഉറക്കം മാത്രമേ ഉള്ളൂ. ചോറുതാറേ, ചോറുതാറേ, എടാ കണ്ണൊന്ന് തുറക്ക്. എന്താണ്? എടാ ഇത് വിശ്രമിക്കേണ്ട സമയമല്ല. എഴുന്നേൽക്ക്. എടാ നീ അലസനായി പോകുമടാ. പുറത്തു പോയി കളിക്കാം, വാ. ശരി എന്നാ വാ. നിനക്ക് നോക്കി വന്നൂടെ? സോറി. എന്ത് സോറി? നീ കാരണം എന്റെ നടു ഒടിഞ്ഞു. നിന്റെ ഭാരം എനിക്ക് സഹിക്കാൻ കഴിയുമോ? ചോറുതാറിന്റെ തടി കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇവൻ അലസനായിക്കൊണ്ടിരിക്കുകയാണ്. സംശയമുണ്ടോ? എനിക്ക് തടി കൂടിയെന്നോ? അതെ, ഇങ്ങനെ തടി കൂടിക്കൊണ്ടിരുന്നാലേ ഒരു ദിവസം ബലൂൺ പോലെ വീർത്ത് ആകാശത്തേക്ക് പറക്കും. രക്ഷിക്കൂ, രക്ഷിക്കൂ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. ഇല്ല, എനിക്ക് തടിയനായിട്ട് മാറണ്ട. എങ്കിൽ വ്യായാമം ചെയ്യ്. കണ്ടോ ഞാൻ എത്രമാത്രം ഫിറ്റാന്ന്? ഇന്നലെ വെയിറ്റ് ചെക്ക് ചെയ്തതാ. 2 കിലോ കുറഞ്ഞിരിക്കുക. എടാ ഇത് വീട്ടിനകത്തല്ല, പുറത്തു പോയി ചെയ്യാൻ നോക്ക്. കുറഞ്ഞത് 500 എണ്ണെങ്കിലും ചെയ്തിരിക്കണം. മനസ്സിലായോ? ഓക്കേ. ഞാൻ ചോറുതാറിന്റെ കൂടെ പോയിട്ട് വരാം. സോറി കന്നാ സാർ. എടാ കഴുതേ, ഇവിടെയല്ല, ഗാർഡനിൽ പോയി സ്കിപ്പിംഗ് ചെയ്യേ. ഓക്കേ. ഈ സീസോ എങ്ങനെ മുകളിലേക്കും താഴേക്കും പോയിട്ട് വരുന്നത്? എനിക്കറിയില്ല. ഞാൻ എപ്പോ ആരുടെ കൂടെ ഇതിന്റെ പുറത്തു വന്നിരുന്നാലും താഴേക്കും മുകളിലേക്കും പോവാണ്. എടാ കർത്ത, ഞാൻ എല്ലാവരുടെയും സുഹൃത്താ. ആരെങ്കിലും എന്നെ ഒന്ന് താഴേക്ക് ഇറക്ക്. ഔ ഔ. എടാ ഇന്നെന്താടാ എല്ലാവരും ഒരുമിച്ച് എന്റെ പുറകെയാണല്ലോ. ഇതിനെല്ലാം കാരണം ഈ സോർദാറാണ്. ഇവൻ സീസോയിൽ ചാടിക്കയറി. കർത്ത അപ്പൊ പറന്നുപോയി. കർത്ത വീണതും ഞാൻ പറന്നു വന്ന് നിന്റെ അടുത്തേക്ക് എത്തി. ഞാൻ സ്കിപ്പിംഗ് ചെയ്യുകയായിരുന്നു. റോപ്പിലെ കാല് തട്ടിയതാണ്. എടാ സ്കിപ്പിംഗ് കൊണ്ടൊന്നും സംഭവിക്കുകയില്ല. നിനക്കൊരു ട്രെയിനറുടെ ആവശ്യമുണ്ട്. സംശയമുണ്ടോ? എനിക്കൊരു ഡോഗ് ട്രെയിനറെ നന്നായിട്ട് അറിയാം. ഡോഗ് ട്രെയിനർ അല്ല, ജിം ട്രെയിനർ ആണ് ആവശ്യം. നീ നമ്മളെ തോത്താറാമിന്റെ ജിമ്മിലേക്ക് പോക്. ആ, അത് ശരി തന്നെയാണ്. നമ്മുടെ തോത്താറമ്മ എവിടെയാണ്? അതാ നിൽക്കുന്നു. ഒന്നുകൂടെ. സുഹൃത്തെ, താൻ എപ്പോഴാ എത്തിയതാ? ശരീരം കൂട്ടാൻ വേണ്ടി വന്നതാ. എന്റെ ഭായി, പോക്കി കയറി വെടിവെക്കരുതേ. ഞാൻ ചോദിച്ചത് തന്നോടല്ല, എന്റെ കൂട്ടുകാരനോടാണ്. താൻ വർക്കൗട്ട് ചെയ്യാൻ നോക്ക. പറവായി, എന്താ കാര്യം? തോത്താറാമേ, ഞാൻ തടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരം പെട്ടെന്നൊന്ന് കുറയ്ക്കണം. താനൊന്നൊന്നും പേടിക്കണ്ട, വേഗം ട്രെഡ്മില്ലേക്ക് കയറിക്കോ.
ഇത് എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? ചിലപ്പോൾ ഈ ബട്ടൺ അമർത്തണമായിരിക്കും. ആലേലോ പീലേലോ ആലേ പീലേലോ. എന്റെ പൊന്നു ഭായ്, താൻ എന്തായി കാണിക്കുന്നതാ? സ്പീഡ് കൂട്ടാ. അത്രേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായല്ലോ. മിനിമം 1/2 മണിക്കൂറെങ്കിലും ഓടണം, മനസ്സിലായോ? ഞാൻ കുറച്ചുകൂടെ സ്പീഡ് അങ്ങ് കൂട്ടിയേക്കാം. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ചെറിയൊരു പണിയോട് പോയിട്ട് ഞാൻ ഇപ്പൊ അല്ല ഭായ്, എക്സർസൈസ് കഴിഞ്ഞോ? എന്റെ ഭായ്, താൻ തടി കുറയ്ക്കാൻ വന്നതാണോ അതോ എന്റെ ജിമ്മിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണോ? എനിക്ക് ഓടാനായിട്ട് കഴിഞ്ഞില്ല, താഴെ വീണുപോയി. തന്റെ കാര്യം പോക്കാണെന്നാ തോന്നുന്നതാ. അതെ, ഇന്നലെ മാഡം വെയിറ്റിംഗ് മെഷീനിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ എന്റെ വെയിറ്റ് 2 കിലോഗ്രാം കൂടിയിരിക്കുക. നോക്ക, 20% വ്യായാമമാണെങ്കില് 80% ഡയറ്റാ. നീ ഡയറ്റിംഗ് തുടങ്ങിക്കോ. എങ്ങനെ? സാലഡ് കഴിക്ക്, പച്ചക്കറികൾ കഴിക്ക്. അതിൽ എനർജിയും കിട്ടും, വെയിറ്റും കുറയും. ഓക്കെ, താങ്ക് യു തോത്താറാം. പച്ചിലകൾ. തോത്താറാം നേരത്തെ പറഞ്ഞതാണ് എനിക്ക് തടി കുറയ്ക്കണമെങ്കിൽ പച്ചില കഴിക്കണമെന്ന്. എന്തു പറ്റി? എന്റെ പച്ചിലെല്ലാം കഴിച്ചില്ല നീ. എന്നാ ഇതും കൂടി മേടിച്ചോടാ. ഒന്ന് നിർത്തൂ, ഞാൻ അകത്ത് കുടുങ്ങി. ഹലോ കുട്ടികളെ, നിങ്ങളൊക്കെ എന്തെടുക്കാണ്? ഞങ്ങൾ കാർട്ടൂൺ കണ്ടോണ്ടിരിക്കാ മാഡം. ഓ, സോർദാർ എവിടെ പോയി? ജിമ്മിന് പോയിരിക്കുക. എന്തൊരു നാശമായത്. സോർദാർ, എങ്ങനെ ഇതൊക്കെ സംഭവിച്ചത്? മാഡം, പാർക്കിൽ കളിച്ചോണ്ടിരുന്നപ്പോ കാൽ വഴുതി ഞാൻ സീസയിൽ വീണു. അങ്ങനെ അത് സംഭവിച്ചതാ. ജിമ്മിൽ ട്രെഡ്മില്ലിൽ വീണപ്പോ നടുവിന് നല്ല ഇടി കിട്ടി. തോത്താറാം പച്ചക്കറികൾ കഴിക്കാൻ പറഞ്ഞു. ആട് ചേട്ടന്റെ പച്ചക്കറികൾ കഴിച്ചപ്പോ അയാള് ദേഷ്യത്തിൽ എന്നെ ഓടിച്ചിട്ട് മുട്ടി ടവർ കുട്ടയിലേക്ക് തള്ളി. എന്നാൽ നീ ഇതൊക്കെ ചെയ്യാനുള്ള ആവശ്യം എന്താണ്? തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സംശയമുണ്ടോ? എന്തിന്? മാഡമല്ലേ പറഞ്ഞത് തടി കൂടാതെ നോക്കാനായിട്ട്. ഇപ്പോൾ എന്റെ തടി 2 കിലോ കൂടിയിരിക്കുകയാണ്. ഓഹോ, നോക്കൂ സോർദാർ, നീ വളർന്നോണ്ടിരിക്കയല്ലേ, അപ്പൊ നിന്റെ തടി കൂടുക തന്നെ ചെയ്യും. ഇവനിപ്പോ വളരെ അവശനാണ്. രാവിലെ എല്ലാം ലേറ്റ് ആണ്. അതെന്താണെന്ന് വെച്ചാല് ഞാൻ ഇന്നലെ സോർദാറിന് ഒരു മരുന്ന് കൊടുത്തിരുന്നു. അത് കഴിച്ചാൽ ഉറക്കം വരും, അലസനായി മാറുകയും ചെയ്യും. എന്നാൽ ഇവരെ എന്നോട് പറഞ്ഞത് ഞാൻ തടിച്ചു എന്നാണ്. അതുകൊണ്ട് ഞാൻ ആലസ്യനായത്രേ. ഇവരെല്ലാരും കൂടെ എന്നോട് വ്യായാമം ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇന്ന് ഞാൻ ഇവരെ വെറുതെ വിടുകയില്ല. നിൽക്കാൻ